ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരുന്ന ഒരു യഹോശാഫത്തിനെ നമുക്കവിടെ കാണാം. എപ്പോൾ? ഒരു യുദ്ധമുണ്ടായപ്പോൾ, ഒരു യുദ്ധശ്രുതി കേട്ടപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വളരെ ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്ന ചിന്തയിൽ പറഞ്ഞാൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ഒരു പ്രതിസന്ധിയുടെ നടുവിൽ യഹോശാഫത്ത് കടന്നുപോയപ്പോൾ യഹോശാഫത്ത് എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നു, അല്ലേ? ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നിമിഷങ്ങളിൽ നമുക്ക് പരിഹാരം തരുന്ന ആ വിഷയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവസന്നിധിയുണ്ട്. ദൈവസന്നിധിയിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങളുമില്ല. ഈ ലോകത്തിലെ മതങ്ങൾക്കും മനുഷ്യർക്കും വ്യക്തികൾക്കും സംഘടനകൾക്കും എത്ര ഉന്നത നിലവാരത്തിലിരിക്കുന്ന വ്യക്തിയെന്ന് പറയുന്നവർക്കും പരിഹരിക്കുവാൻ കഴിയാത്തതെല്ലാം ദൈവത്തിന് പരിഹരിക്കുവാൻ കഴിയും. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്നാണ് ബൈബിൾ ചോദിക്കുന്നത്.